ജെ4 ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് നമ്മുടെ വീടിൻ്റെ പുറകു ഭാഗത്ത് ഞാനിങ്ങനെ കുറേ നല്ല ഫ്ലവറിങ് പ്ലാന്റ്സ് നട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കുന്നത് എന്താണെന്നറിയാമോ? അപ്പോൾ അതിൻ്റെ വിത്തുകൾ, അതായത് പൂച്ചെടി ഏകദേശം എല്ലാം മഴയൊക്കെ ആയപ്പോഴേക്കും നമ്മുടെ ഈ പുറകിൽ നട്ടേക്കുന്ന ചെടികൾ ഫുള്ളും നമുക്ക് നാശമായിട്ടാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ അതിൻ്റെ കുറേ വിത്തുകളൊക്കെ എടുക്കുന്നതും, അപ്പം നല്ല പൂച്ചെടിൻ്റെ വിത്തുകൾ നമ്മളുടെ കയ്യിലുണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ട് ഓണക്കാലാണ് വരാൻ പോകുന്നത്. അപ്പോൾ ആവശ്യമുള്ളവർക്ക് നമ്മുടെ നല്ല പൂച്ചെടിൻ്റെ വിത്തുകളൊക്കെ വാങ്ങാവുന്നതാണ് കേട്ടോ. അപ്പോൾ അത് ഏതൊക്കെ പൂച്ചെടിൻ്റെ വിത്തുകളാണ് ഉള്ളത് എന്നൊക്കെ ഒന്ന് കാണാമല്ലോ. അപ്പോൾ അതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഇതുപോലെയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ പൂന്തോട്ടം. അപ്പോൾ ഇനി നമുക്ക് ഇവിടെ നിന്നുള്ള കുറേ, അതായത് പൂച്ചെടിയിലെ പൂക്കളൊക്കെ കുറഞ്ഞപ്പോൾ നമ്മൾ ഇനി ഇതെല്ലാം പറിച്ചെടുത്ത്, അതായത് ഇനി മഴ അങ്ങോട്ട് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ചെടി നമുക്ക് നന്നായി നിൽക്കില്ല. എന്ന് വെച്ചാൽ മഴ പെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാ ചെടികളും ചീഞ്ഞു പോകും കേട്ടോ. അതായത് ഫ്ലവറിങ് പ്ലാന്റ്സ് ആയതുകൊണ്ടാണ്. വേറെ തരത്തിലുള്ള വലിയ മരം പോലത്തെ ചെടിയൊക്കെയാണ് അവിടെ നിന്നോളും. പക്ഷേ ഇതെല്ലാം നമ്മൾ സീസണൽ പ്ലാന്റ് ആണ്. അപ്പോൾ ഈ ഒരു ടൈം കഴിഞ്ഞാൽ എല്ലാം നശിച്ചു പോകും. അപ്പോൾ ഇനി നമുക്ക് വിത്തുകളൊക്കെ എടുക്കുന്ന ടൈമിൽ ഇതെല്ലാം നമുക്കിത് പറിച്ച് കളയണം കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, ഇതൊക്കെ തന്നെ നമ്മുടെ സീനിയ ചെടിയാണ്. അപ്പോൾ ഇതിൻ്റെ വിത്തൊക്കെ ഏകദേശം ഉണങ്ങിയതെല്ലാം നമ്മളിങ്ങനെ ചെടിയിൽ നിന്ന് തന്നെ ഇങ്ങനെ പറിച്ചെടുക്കുവാണ്. എന്നിട്ട് ലാസ്റ്റ് ഉണങ്ങി ഇത് ചെടി നമ്മൾ മൊത്തം പറിച്ച് മാറ്റും. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ ഗ്രൗണ്ടിൽ നട്ട നമ്മുടെ പൂച്ചെടീൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. അതായത് മഴയൊക്കെ അങ്ങ് പെയ്തപ്പോഴേക്കും കുറേ പൂക്കളും ചെടികളെല്ലാം നാശമായി ഫുള്ളും കാട് കയറി നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നട്ട് കൊടുത്തേക്കണം നമ്മുടെ കോസ്മോസ് ആണ് കേട്ടോ. അതായത് കോസ്മോസിൻ്റെ റെഡ് ഉണ്ട്, പിന്നെ മഞ്ഞയുണ്ട്, ഓറഞ്ച് ഉണ്ട്. നല്ല ഭംഗിയുള്ള കളറാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു കുറച്ച് വിത്തുകൾ കിട്ടിയാൽ നമുക്കിങ്ങനെ പാകി മുളപ്പിച്ചാൽ ഈ ഒരു പ്രദേശം മുഴുവനും ഇങ്ങനെ ഇതിൻ്റെ ചെടികളായിട്ട് നിൽക്കും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ കോസ്മോസിൻ്റെ ഫ്ലവർ. റെഡ് കളറാണ് ഏറ്റവും കൂടുതൽ നമുക്കൊരു ആകർഷണം തോന്നുന്നൊരു കളർ കേട്ടോ. അതുപോലെ മഞ്ഞയും, അതുപോലെ തന്നെ മഞ്ഞയും ഓറഞ്ചും നല്ല ഭംഗിയാണ്. പക്ഷേ എന്നാലും കൂടുതലും റെഡാണ് നമുക്ക് പൂന്തോട്ടത്തിൽ നിൽക്കുന്ന കാണാനായിട്ടൊരു ഭംഗി കേട്ടോ. ഇതാണ് നമ്മുടെ ഓറഞ്ച് കേട്ടോ. ഓറഞ്ചിലും ഇതുപോലെ തന്നെ ചെറിയൊരു റെഡിൻ്റെ ഒരു ചെറിയൊരു ഷെയ്ഡ് വരുന്നുണ്ട്. അതെനിക്ക് തോന്നണേ നമ്മൾ ഈ ഓറഞ്ചും എല്ലാം കൂടെ കലർത്തി നട്ടില്ലേ, അതുകൊണ്ടാണ് തോന്നണം കേട്ടോ ഈ ഓറഞ്ചിലേക്ക് ചെറിയൊരു റെഡിൻ്റെ ഷെയ്ഡ് കയറി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കോസ്മോസിൻ്റെ വിത്താണ് ഇതുപോലെ നമ്മുടെ ചെടിയിൽ ഇങ്ങനെ ഉണങ്ങി നിൽക്കും കേട്ടോ. കണ്ടോ, ഇതുപോലെയുള്ള വിത്തുകൾ നമ്മളിങ്ങനെ പറിച്ചെടുക്കും. എന്നിട്ട് നമ്മൾ സാധാ നമ്മുടെ പോട്ടി മിക്സറിൽ മണ്ണ്, മണൽ, ചകിരിച്ചോറ്, ചാണകപ്പൊടി എല്ലാ വിത്തുകളും നമ്മൾ ആ ഒരു പോട്ടി മിക്സറിൽ പാകിയാൽ മതി കേട്ടോ. ഇനി അടുത്തായിട്ട് നമ്മൾ കാണുന്നത് ഇതുണ്ടല്ലോ, നമ്മുടെ കാശിത്തുമ്പയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു ഫ്ലവർ ഉണ്ടല്ലോ, നമുക്ക് നല്ല ഒത്തിരി പെറ്റൽ വരുന്ന കേട്ടോ, ഡബിൾ പെറ്റൽസ് പോലെ. ഇത് കണ്ടോ, നിറച്ച് നല്ല കട്ടിയുള്ള ഫ്ലവറിന് നല്ല ഇതളുകളുണ്ട് കേട്ടോ. ഇത് കണ്ടോ. അതുപോലെ തന്നെ നമ്മൾ അടുത്തതായിട്ട് കാണുന്നത് നമ്മുടെ തുമ്പേൻ്റെ തന്നെ റെഡ് കേട്ടോ. അടുത്തതായിട്ട് നമ്മൾ കാണുന്നത് നോക്കിയേ, അതിൻ്റെ തന്നെ വേറൊരു കളറാണ് കേട്ടോ. ഇത് നല്ല ലൈറ്റ് വയലറ്റ്. ഇത് നമ്മളിപ്പോൾ കണ്ടതിൻ്റെ തന്നെ ഡാർക്ക് കേട്ടോ. നമ്മുടെ കാശിത്തുമ്പേൻ്റെ ഒക്കെ വിത്ത് ഇതുപോലെ കേട്ടോ നമ്മുടെ ചെടീൻ്റെ ഇങ്ങനെ ഫ്ലവറിൻ്റെ തൊട്ട് താഴെ കൂടി ഇങ്ങനെ ഉണ്ടാകും. അപ്പോൾ ഇതുപോലെ നല്ലോണം മൂത്ത് നിൽക്കുന്ന വിത്തുകൾ നമ്മളിങ്ങനെ പറിച്ചെടുത്ത് ഉണക്കിയിട്ടാണ് കേട്ടോ നമ്മളെല്ലാവർക്കും തരുന്നത്. ഈ കാണുന്നത് നമ്മുടെ കോറിയോപ്സിസ് കണ്ടോ, എന്ത് ഭംഗിയായിട്ടാണ് നോക്കിയാൽ പൂത്ത് നിൽക്കുന്നത്. ഇതുപോലെ ഇങ്ങനെ യെല്ലോ കളർ ഫ്ലവറിൽ അതിൻ്റെ സെൻറ്ററിൽ നല്ല മെറൂണ് വന്നിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ ഈ ഒരു ചെടിയിൽ ഇങ്ങനെ പൂക്കളുണ്ടായി നിൽക്കുന്ന കാണാനായിട്ട്. ഇനി നമ്മൾ കാണുന്നുണ്ടല്ലോ അതിമനോഹരമായ സീനിയ പൂക്കൾ. അതായത് ഓണക്കാലൊക്കെ ആകുമ്പോഴേക്കും ഈ ഒരു ഫ്ലവറിന് എന്ത് ഭംഗിയായിരിക്കും എന്നറിയാം കാണാനായിട്ട്. ഇതൊക്കെ സീനിയൻ്റെ വിത്തുകളാണ്. അപ്പോൾ അത്രയും ഫ്രഷ് വിത്താണ് കേട്ടോ. അപ്പം ഇത് ഞാനിങ്ങനെ പറയുന്നതിൻ്റെ മെയിൻ കാരണം എന്ന് വെച്ചാൽ, വിത്തുകൾ വാങ്ങുന്നവർ വാങ്ങിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ പാകുന്നതൊന്ന് ശ്രദ്ധിക്കണം. നമ്മുടെ നനയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കൊടുക്കണം. അപ്പോൾ നമുക്ക് നല്ല ചെടിയായിട്ട് എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അല്ലാതെ ഒത്തിരി വെള്ളമൊക്കെ ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിത്തുകൾ നമുക്ക് മുളയ്ക്കാതെ ചീഞ്ഞു പോകും. അപ്പോൾ ഞാൻ വിത്തൊക്കെ പാകുന്ന കറക്റ്റ് വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് കയറി കണ്ടാൽ മതി. നമ്മുടെ സീനിയ ചെടീൻ്റെ വിത്തുകൾ വാങ്ങാനായിട്ട് ആർക്കെങ്കിലുമൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിലുണ്ടല്ലോ, നമ്മൾ ഇതേപോലെയുള്ള വിത്തുകൾ ഇതെല്ലാ കളറും കൂടെ മിക്സ് ആയിട്ടാണ് കേട്ടോ കിടക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഞാനിങ്ങനെ എല്ലാം കൂടെ മിക്സ് ആക്കിയെടുത്ത് ഇതുപോലെ ഇങ്ങനെ എടുത്തിട്ട് ഇതേ രീതിയിലായിരിക്കും കേട്ടോ ഞാൻ വിത്തുകൾ അയച്ചു തരിക. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ നിന്നും ഓരോ വിത്തുകളായിട്ട് തരംതിരിക്കാനുള്ള മെഷീനോ കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല. അപ്പം ഇതേ രീതിയിലായിരിക്കും ഞാൻ വിത്ത് തരുന്നത്. എല്ലാം മുളയ്ക്കും. അപ്പം ഞാൻ ഈ തരുന്ന വിത്ത് നിങ്ങൾ ഇതേപോലെ ഇതൊന്നും തരംതിരിക്കാൻ പോകണ്ട,
ഇങ്ങനെ 2 3 പോട്ടിലാക്കിയിട്ട് ഇതേപോലെ ഇങ്ങനെ പാകി കൊടുക്കുക കേട്ടോ. അപ്പോൾ എല്ലാം മുളച്ച് വരുന്ന വിത്തുകളാണ്. അപ്പോൾ വിത്തുകൾ പാകേണ്ട ഒരു ടൈം എന്ന് വെച്ചാൽ ഇനി മഴയൊക്കെ ആയതുകൊണ്ട് ജൂലൈ ലാസ്റ്റ് അല്ലെങ്കിൽ ഓഗസ്റ്റ് ഫസ്റ്റ് വീക്കോട് കൂടെയൊക്കെ നമ്മുടെ വിത്തുകൾ പാകിയാൽ മതി കേട്ടോ. അപ്പോൾ എല്ലാം മുളച്ച് വരും. അപ്പോൾ ഞാൻ ഇതേപോലത്തെ വിത്ത് പാകി മുളപ്പിച്ചതിൻ്റെ ആ ഒരു ഭാഗം കൂടെ നമ്മുടെ ഈ വീഡിയോയിലൂടെ തന്നെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും കാണുക. എന്നിട്ട് ഇതുപോലെയൊക്കെ വാങ്ങാനായിട്ട് താല്പര്യമുള്ളവരാണെങ്കിൽ വാങ്ങും കേട്ടോ. ഇതാണേ നമ്മുടെ സീനിയ ചെടീൻ്റെ വിത്ത് പാകി മുളപ്പിച്ച് ഇത് കണ്ടോ ഇത്രയും ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അധികമൊന്നും ദിവസങ്ങളായിട്ടില്ല നമ്മൾ പാകിയിട്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ജസ്റ്റ് കാണുമ്പോൾ ഞാൻ അതിൽ ലിങ്ക് കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ഇതും കൂടെ ഒന്ന് കയറി കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ ഇതേപോലെ മുളച്ച് വരുന്ന വിത്തുകളാണ്. ഇതിൽ പല കളറുകളുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ ഹോളി ഹോക്സിൻ്റെ ചെടി. അതിൽ ഫ്ലവർ വിരിഞ്ഞ് നിൽക്കുന്നതാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ നമ്മുടെ ഹോളി ഹോക്സിൻ്റെ വിത്ത് ഞാനിവിടെ പറിച്ചെടുത്ത് വെച്ചേക്കുന്നതാണ്. ഇത് കണ്ടോ ഇതുപോലെയാണ് കേട്ടോ ഇതിൻ്റെ വിത്തുകൾ ഇങ്ങനെ ഉണ്ടാകുക. ഇതിൽ തന്നെ ഇങ്ങനെ കുറേ വിത്തുകളുണ്ട്. ഇനി നമ്മൾ കാണുന്നത് നമ്മുടെ വൈറ്റ് വാടാമല്ലി. ഇത് ഒത്തിരി പേർക്ക് ഇഷ്ടമുള്ള ചെടിയാണ്. എന്താ വെച്ചാൽ നമ്മുടെ മുല്ലപ്പൂവിനോട് സാമ്യമുള്ള അങ്ങനെ നട്ടാലും നിൽക്കും കേട്ടോ. അതുപോലെ ഇതിൻ്റെ വിത്തുകളും ഏകദേശം കുറേ ഉണങ്ങി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇനി വിത്തുകൾ ഉണങ്ങുന്നതിനനുസരിച്ച് നമുക്കിതുപോലെ പറിച്ചെടുക്കണേ. ലൈറ്റ് വയലറ്റ് വാടാമല്ലി നമ്മളുണ്ടല്ലോ ഇതുപോലെയുള്ള വിത്തുകളൊക്കെ അയച്ചു തരുമ്പോൾ ഇത് നമ്മുടെ കാക്കബന്ദീൻ്റെ വിത്താണ് കേട്ടോ. അപ്പം ഞാൻ നമ്മുടെ വിത്തുകളൊക്കെ അയക്കുമ്പോൾ ഉണ്ടല്ലോ ഇതൊക്കെ ഞാൻ ഇതുപോലെ തന്നെ കേട്ടോ അയച്ചു തരുള്ളൂ. ഇതിങ്ങനെ ഞാൻ അടർത്തുന്നൊന്നുമില്ല. ഇതേപോലെ തന്നെ ഞാനിങ്ങനെ ഒരു 3-4 എണ്ണമൊക്കെ ഇട്ട് ഒരു കവറിലിട്ട് അയച്ചു തരും. അപ്പം എന്നോട് വിത്തുകൾ വാങ്ങുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ വിത്തുകൾ പാകി മുളപ്പിക്കുമ്പം നമ്മൾ അതിൻ്റെ നനവ് ശ്രദ്ധിക്കണം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വിത്ത് എന്താ പറയുക മുളച്ച് വരാതെ ചീഞ്ഞു പോകാനായിട്ട് സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഉറുമ്പുകളൊന്നും എടുത്തുകൊണ്ട് പോകാതെ സേഫായ ഒരു സ്ഥലത്ത് പാകി വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഈ ഒരു 2 കാര്യങ്ങൾ ശ്രദ്ധിച്ചാലുണ്ടല്ലോ നമ്മുടെ വിത്തുകളെല്ലാം നമുക്ക് നല്ല ഭംഗിയായിട്ട് തന്നെ മുളപ്പിച്ചെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ വിത്തുകൾ ആവശ്യമുള്ളവർക്കാണെങ്കിൽ ഇതാണ് കേട്ടോ നമ്മുടെ വിത്തുകളുടെ ക്വാണ്ടിറ്റി. അപ്പോൾ ഇത് സീനിയൻ്റെ വിത്താണ്. പിന്നെ അതുപോലെ വാടാമല്ലി, അതുപോലെ നമ്മുടെ സലേഷ്യ. ഈ കാണുന്നത് നമ്മുടെ കാക്കബന്ദീൻ്റെ ചെടിയാണ്. ഇതുണ്ടല്ലോ നമുക്ക് മുറ്റത്ത് ബുഷിയായി നിൽക്കുന്നൊരു ചെടിയാണ്. ഇതാണ് നമ്മുടെ ഓഫ് വൈറ്റ് ബന്ദിച്ചെടി. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇത് മിനിയേച്ചർ ടൈപ്പാണ് കേട്ടോ. ഒത്തിരി അങ്ങ് ഹൈറ്റ് വെച്ച് പോയിട്ട് ഫ്ലവർ ഇടുന്നൊരു ചെടിയല്ല. ഭയങ്കര ഭംഗിയാണ് ഇതിൻ്റെ ആ ഒരു ഫ്ലവർ കാണാനായിട്ട്. ഇത് നമ്മുടെ മറ്റൊരു വെറൈറ്റി ബന്ദിയാണ്. ഇതിൻ്റെ എതളുകളുണ്ടല്ലോ കുറച്ചും കൂടെ നല്ല തിക്നെസ് ആയിട്ടാണ് കേട്ടോ ഉണ്ടാവുകയുള്ളൂ. ഇതുണ്ടല്ലോ നമ്മുടെ വെൽവെറ്റ് സലേഷ്യയാണ്. ഇതിൻ്റെ ഫ്ലവർ ഇങ്ങനെ നല്ല കട്ടയായിട്ട് വിരിയുന്ന പൂവാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ചെറിയൊരു വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പം ഇപ്പം അതായത് നമ്മളുടെ ഈ ഒരു പൂച്ചെടിൻ്റെ വിത്തുകളൊക്കെ വാങ്ങുവാണെങ്കിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും മഴയങ്ങ് മാറി വരുമ്പോഴേക്കും വിത്തുകൾ മുളപ്പിച്ച് നല്ല ചെടികളാക്കി എടുക്കാം കേട്ടോ. അതായത് വിത്തുകൾ പാകേണ്ട ഒരു ടൈം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം നമ്മുടെ ജൂലൈ ലാസ്റ്റ് അല്ലെങ്കിൽ ഓഗസ്റ്റ് ഫസ്റ്റ് വീക്കിൽ നമ്മൾ പാകിയാൽ മതി കേട്ടോ. അപ്പോൾ ഒരു ഓണസമയം ആകുമ്പോഴേക്കും നമുക്ക് അത്യാവശ്യം നല്ല ചെടികളാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാ കൂട്ടുകാരും വീഡിയോ കാണുമ്പോൾ തന്നെ ലൈക്ക് തരാനും അതുപോലെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കാനും മറക്കരുതേ. ബൈ ബൈ.